മനോഹരം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് അതിനൊരു കളർ ചെറിയ കളർ താല്പര്യമുണ്ട്. ഇപ്പോഴത്തെ വീടുകളില്ല ദീപാവലി മുട്ടായി ആയിരുന്നു കണ്ടാൽ ദീപാവലി മുട്ടായിൻ്റെ കളറാണ് പച്ച, വയലറ്റ്, ഓറഞ്ച്, ഇതിൻ്റെ ഷർട്ടിൻ്റെ കളറൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ വീടൊക്കെ ഇത് വയലറ്റ് കളർ കഴിക്കും വീടിന് മുകളിൽ. ദീപാവലി മുട്ടായിൻ്റെ ഒരു ഫീലിംഗ് ആണ് വീടുകൾ കാണാൻ. അപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ വൈറ്റ് അയക്കണം, പക്ഷേ ഇയാൾക്ക് ദീപാവലി മുട്ടായി ആയേ പറ്റും. കുറച്ച് മുട്ടായി അടിച്ചിട്ടുണ്ട് ഒരു മഞ്ഞ, അതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ചും കൂടി കമ്പോസിങ് ആണ്. കമ്പോസ്റ്റ് ആയില്ല, വൈറ്റിനോട് എല്ലോ വല്ലാണ്ട് അടിക്കുന്നില്ല. അപ്പം അങ്ങനെ ചെയ്ത ഈ വീടിലെ ഇൻറ്റീരിയറാണ് ഇത്. റസ്റ്റിക് ഫ്ലോറിംഗ് ആണ്. ഒരു 45 രൂപ എടുത്താൽ ഓറിയൻ്റ് എന്ന കമ്പനി വെക്കുന്ന ടൈലാണ് റസ്റ്റിക് ടൈലാണ്. ഇത് കാണാൻ വളരെ മനോഹരമാണ്. ഇതിനാണ് നമ്മൾ 150 റുപ്യേൻ്റെ ഗ്രാനൈറ്റ് വാങ്ങിയിടും, അല്ലെങ്കിൽ 200 റുപ്യേൻ്റെ ഇറ്റാലിയൻ മാർബിൾ ഇറക്കിയിടും. ഈ ഭംഗി കിട്ടുമോ? ആസ്പത്രി വരില്ല വീടുണ്ടാലും. ആസ്പത്രിൻ്റെ ഫീലിംഗ് ആസ്പത്രി കിടക്കുന്നുണ്ട് വലിയ ഒറ്റ ഫ്ലോറിങ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേ അല്ലെങ്കിൽ ഒരു ഗ്രേ ഒക്കെ കുറേ കളറായിരിക്കും. അപ്പോൾ ആസ്പത്രി മാതിരിയാണ് നമ്മൾ വീടുകളിലെ ഇൻറ്റീരിയറിലെ ഫ്ലോറിങ് ചെയ്യുന്നത്. അതിൽ നിന്നും മാറ്റം വരണം. ആ ഫ്ലോറിങ്ങിൻ്റെ കോൺസെപ്റ്റിൽ നമ്മൾ മാറ്റം ഉണ്ടാക്കണം. അപ്പം അങ്ങനെ ആ വീടിൻ്റെ വിവിധ ഫോട്ടോ ആണ് ഇത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് കുറച്ച് നന്നായി ചെയ്യാൻ താല്പര്യമുള്ളതിനെ കൊണ്ട് ആ വീട്. ഇത് പാലാരിയോടെ നിങ്ങളുടെ നാട്ടിൽ ചെയ്തത്. ഇത് അവിടെ വെച്ചാൽ ഇത് പാർട്ടി ഓഫീസ് അതിനോട് കാണാം. അടുത്ത ഫോട്ടോ ഇത് KPSH റീജിയണൽ ഓഫീസ് എറണാകുളം. പാലാരിയുടെ തന്നെ ഈ വീട്. റഫീഖ് എന്നുള്ള ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ മതി. അപ്പോൾ ഊബർ വിടാം. ആ ഊബർ പാർട്ടി ഓഫീസ് വാങ്ങിച്ചാൽ പാർട്ടി ഓഫീസ് വാങ്ങിച്ച് അങ്ങനെ കോഴിക്കോട് വന്നു. ഇവിടെ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്. പാർട്ടി ഓഫീസാണ് വാങ്ങിച്ചത്. ഇത് പാർട്ടി വിട്ട് വീട്ടിലേക്ക് എന്ന് പറഞ്ഞ വനിതാ വീട് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ട് ഈ വീടിനെ പറ്റി. പാർട്ടി വിട്ട് വീട്ടിലേക്ക് ഒരു പാർട്ടി ഓഫീസിൻ്റെ 40-45 വർഷം മുന്നേ മുഴുവൻ മഴ കൊണ്ട് തുരുമ്പ് പിടിച്ച് നമ്മുടെ നാട്ടിൽ പൊളിച്ച് കളയേണ്ട സിറ്റുവേഷനിലെ വീട് ആ വീടാണ്. ആ വീടിനെ മാറ്റി മറിച്ചാണ്. ആ വീടിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേജ് അകത്തെ ഭാഗങ്ങളിലാണ്. ഇവിടെ ഇങ്ങനെ ഷെയ്ഡുണ്ട്. ഇതിനുണ്ട് സൺഷെയ്ഡ് കേട്ടോ. ഷോൾ ഇവിടെ ചിലപ്പോൾ നൃത്തക്കാരിൻ്റെ ഡാൻസിൻ്റെ രൂപ വലിയ നൃത്തം ചെയ്ത പെണ്ണിൻ്റെ രൂപമൊക്കെ ഈ ഷോബോൾ നമ്മൾ കുത്തിക്കും. ഭയങ്കര എക്സ്റ്റീരിയർ ഡിസൈൻ ആയിരുന്നു ഒരു 15 രൂപ കൊല്ലം മുന്നേ. പിന്നെ അതുകൂടാതെ ഇതിന് മുകളിൽ മലപ്പുറം അത് പ്ലെയിൻ കിട്ടും കണ്ടോ. പ്ലെയിൻ വീടിന് മുകളിൽ പ്ലെയിൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടോ. ഗൾഫിലാണ് അയാൾ അറിയിക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ വീട് അങ്ങനത്തെ ഒരു ഷോപ്പീസാണ്. അപ്പം ഈ ഒരു രീതിയിലുള്ള ഷോളുകൾ നമ്മൾ പിന്നെ അങ്ങനെയുള്ളൊരു വീടായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ റിനോവേഷൻ എന്ന് പറഞ്ഞാൽ അത് ക്രോപ്പ് ചെയ്തു ഈ പോലത്തിലേക്ക്. പിന്നെ അടുത്തടുത്ത സ്റ്റേജ് ഫോട്ടോ വരുന്നത് ഇല്ലാതെ പോയി. ഞാൻ ഒന്നും അങ്ങനെ ഫയൽ ചെയ്ത് സ്വഭാവം ഇല്ലാതെ അറിയാൻ പറ്റാതെ ഇതങ്ങ് ക്രോപ്പ് ചെയ്തു. വീട് പൊളിച്ചില്ല കേട്ടോ, എവിടെയും പൊളിച്ചില്ല. ഈ സൺഷെയ്ഡ് ഷോബോൾ ഇങ്ങനത്തെ വേണ്ടാത്ത എല്ലാ ഇൽക്കുറ്റും നമ്മളത് കട്ട് ചെയ്തു. എന്നിട്ട് ഇതിന് ഈ ഒരു പരുവത്തിലേക്കാണ്. ഈ പരുവത്തിലാക്കി ഇതിന് മുകളിൽ ട്രസ് അടിച്ച് ഞങ്ങൾ ഓടിട്ടു. ആംഗ്ലർ ഉപയോഗിച്ചു, ട്രസ് അടിച്ചു. ആ വീട് 40 വർഷത്തെ പഴക്കം മൂലം വളരെയധികം ലീക്കുണ്ട്. ആ വീട്ടിലെ കോൺക്രീറ്റ് സ്ലാബുകൾ അടന്നു വീഴാനൊരു വക്കിൻ്റെ അറ്റത്തെത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ട്രസ് കൊടുത്തു. എന്നിട്ട് നമ്മൾ ആ തേപ്പിലൊക്കെ ചെറിയൊരു ഡിസൈൻ മാറ്റം വരുത്തി. ആവശ്യമുള്ള പ്രോപ്പർ വെന്റിലേഷൻ വേണ്ട വലിയ ജാലകങ്ങൾ കൊടുത്തു. ഇവിടെ ഒരു ലിവിങ് റൂം കൊടുത്തു. അടുത്ത പടം മാറിക്കൊണ്ടിരിക്കുകയാണ് വീട്. ഇപ്പോൾ ഈ ഭാഗത്തും ഈ ഒരു നല്ലൊരു വരാന്ത ഉണ്ടാക്കി വീടിന് സ്റ്റൈലേ മാറി. പൊളിച്ച് കളയപ്പെടേണ്ട ഒരു വീട് ഒരു ഭാഗം പോലും പൊളിക്കാതെ അനാവശ്യമായ സൺഷെയ്ഡ്, ഇൻഷെയ്ഡ്, ഷോവോൾ ഇങ്ങനത്തെ എല്ലാ അൽക്കുലത്തും നമ്മൾ പൊളിച്ച് മാറ്റിയിട്ട് ഈ ഒരു രീതിയിലേക്ക് ഈ വീടിനെ മാറ്റുകയാണ്. ഇതിൻ്റെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞു അതിൻ്റെ സീലിംഗൊക്കെ ഭംഗിയാക്കി മുകളിൽ പുതിയ ലിവിംഗ് റൂം എടുത്ത് നല്ല മച്ചടിച്ചു ഒരു ഭംഗി ഉണ്ടാവാൻ വേണ്ടി, ഇംഗ്ലീഷ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടി. അപ്പം ഇവിടെയൊക്കെ അങ്ങനത്തെ കുറേ പ്രോഡക്റ്റ്സ് ഒക്കെ ഒട്ടിച്ചു. വരാന്ത കഴുക്കോലോട് ചെയ്തു. ഈ വരാന്ത വാർത്തിട്ടുണ്ടെങ്കിൽ ആലോചിക്കും എന്തൊരു വൃത്തിയുടെ ഈ വരാന്ത വാർത്താൻ. ആ വരാന്ത കഴുക്കോലും അതിൻ്റെ പൂവോടും ഒക്കെ വിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഭംഗി വരുന്നത്. അതുപോലെ തന്നെ ഫെറോസിമെൻ്റിൻ്റെ കുറേ മെറ്റീരിയലൊക്കെ വെച്ച് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഈ വീട് ഒരു പുതിയ നമ്മൾ മേക്കപ്പ് ചെയ്യാണ് വീട്ടിൽ. ജസ്റ്റ് മേക്കപ്പ് ചെയ്യാം, മേക്കപ്പ് ചെയ്തെടുക്കാം, ഭംഗിയാക്കി എടുക്കാം. പല പ്രശ്നങ്ങളും നമ്മൾ സോൾവ് ചെയ്യാണ്. പഴയ കൺസ്ട്രക്ഷൻ്റെ പല പ്രശ്നങ്ങളും സോൾവ് ചെയ്തുകൊണ്ട് ഈ വീടിനെ മാറ്റി മറിക്കുകയാണ്. എന്താ ഫോട്ടോ കൊണ്ട് ഈ സിമെൻറ്റ് പില്ലറാണ്. ഇതൊക്കെ സിമെൻറ്റ് പില്ലറാണ്. ഈ പില്ലറല്ല. ആ വീട് ഇപ്പോൾ അത്രയും ഇത് നെറ്റ് എന്നുള്ള ഫോട്ടോനെ കൊണ്ട് അത്ര ക്ലാരിറ്റി ഇല്ല. ഗ്രീൻ ഓട് കൊടുത്തു,
ഒരു പഴയ ബംഗ്ലാവ് മാതിരി ഈ വീടിനെ വലിയ കോസ്റ്റ് ഇല്ലാതെ മാറ്റാൻ പറ്റും. ഇതിന് കോസ്റ്റ് ചിലവാകുന്ന ഏരിയകളില്ലല്ലോ. നമ്മൾ ഗ്രാനൈറ്റ് വിരിക്കുന്നില്ല, ഷോവളിൻ്റെ മുകളിൽ വലിയ വില കൂടിയ 450 സ്ക്വയർ ഫീറ്റ് ടൈലൊട്ടിക്കുന്നില്ല, അതിൻ്റെ മുകളിൽ അരാർഭാടമായിട്ട് പെയിൻറ്റുകൾ കൊണ്ട് ആവാസത്തരം കാണിക്കുന്നില്ല, മരത്തിൻ്റെ അതിപ്രസരം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ബിസിനസ്സുള്ള ഒരു വീടാക്കി ഇതിനെ മാറ്റാൻ പറ്റി. കാലാകാലത്തേക്ക് ചോർച്ചില്ല, ചൂടുമില്ല. ഇതാണ് എക്കോ ഫ്രണ്ട്ലി ഹൗസ്. ഇങ്ങനെ റിനോവേറ്റ് ചെയ്ത് വീടിനെ മാറ്റാൻ പറ്റും. അടുത്ത സ്റ്റെപ്പ്, ഇത് എൻ്റെ ഒരു ഓഫീസാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ കുറച്ച് മുമ്പ് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കുമ്പളം മാറ്റണ്ട. ഇത് കുമ്പളത്ത് റോഡ് സൈഡിലുള്ള ഒരു ഊട്ടി പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ. ഒരു ചെറിയ വീടാണ്. ഇതാണ് ആ വീട്. ഇത് അതിൻ്റെ മുന്നിൽ വലിയൊരു ടാറ്റേൻ്റെ പരസ്യമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീട് നമ്മൾ ചുരുങ്ങിയ പൈസ കിട്ടിയ പൈസ പറയുന്നു അങ്ങനെ വാങ്ങിച്ചാൽ. അപ്പോൾ അങ്ങനെ ഒരു വീട് വാങ്ങിച്ചു. ആ ഹോട്ടലായിരുന്നു. അത് പൊളിച്ചാൽ പിന്നെ ജന്മം അവിടെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്പർ കിട്ടില്ല. ഹൈവേ ഫ്രണ്ടേജാണ്. ടോൾ ബൂത്തിൻ്റെ തൊട്ടടുത്താണ്. ഇപ്പോഴത്തെ ടോൾ പ്ലാസിൽ കുമ്പളത്തെ ടോൾ പ്ലാസിൻ്റെ അടുത്ത് ഒരു 1/4 കിലോമീറ്റർ എറണാകുളത്തേക്കാണ്. സ്കൂൾ പടി നമ്മുടെ സ്റ്റോപ്പിലാണ്. അപ്പോൾ അത് പൊളിച്ചാൽ ജന്മം നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അതോടെ കഥ കഴിയും. ആ 5 സെൻറ്റിന് താഴെ സ്ഥലമില്ല, 4.25 സെൻറ്റൊക്കെ. അപ്പോൾ ഈ വീടിനെ മാറ്റിമറിക്കാം. ആ വീടാണത്, ആ ഓഫീസാണ്. ഇത് എൻ്റെ എറണാകുളത്തുള്ള എൻ്റെ ഓഫീസാണ്. ഈ ഓഫീസ് നമ്മൾ ഉണ്ടാക്കുന്നത് തലശ്ശേരി എന്ന് കൊണ്ടുവന്ന ജനലാണ്. തലശ്ശേരിയുള്ള പഴയ വീടുകൾക്കുള്ള ജനൽ. ഇതെല്ലാം പഴയ മരം കടുക്കോലുകൾ, പഴയ വീട് പൊളിച്ച മരം കൊല്ലത്തുനിന്ന് കൊണ്ടുവന്നു. കൊല്ലത്തൊക്കെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ മരം കിടക്കും. ഇങ്ങനെ ആൾക്കാർ പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്യൂബിക്കിന് മറ്റേ പുതിയ മരത്തിന് 1500 രൂപയുടെ, ഇതിന് ക്യൂബിക്കിന് 800 രൂപ ഉണ്ടാവും. ആ ഒരു കഴുക്കോല് പറഞ്ഞാൽ 650 രൂപ ഉണ്ടാവും. ഒരു 3/4 ക്യൂബിക്ക് മരം മതി ഒരു കഴുക്കോലിന്. അങ്ങനത്തെ കഴുക്കോലുകളാണ് ഇതിൽ ലേഔട്ട് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രോഡക്റ്റ്സാണ്. ഫെറോസിമെൻറ്റിൽ ഉണ്ടാക്കുന്ന ഡെക്കറേറ്റീവ് പ്രോഡക്റ്റ്സാണ്. ആ ഓഫീസിൽ ഇവിടെ കുമ്പളം എന്ന സ്ഥലത്താണ് പോയാൽ കാണാൻ പറ്റും. അവിടെ ആ ഡെക്കറേറ്റീവ് പ്രോഡക്റ്റ്സ് വെച്ച് ഇതിനെ ഇതൊക്കെ സിമെൻ്റാണ്, വുഡല്ല. ഈ പീസ് ഇപ്പോൾ സിമെൻറ്റിൽ ഉണ്ടാക്കിയിട്ട്, പക്ഷെ അന്ന് ഇത് വുഡാണ് ചെയ്തത്. കാരണം പഴയ ലാവിഷായി കിട്ടുമ്പോൾ നമ്മൾ വെറുതെ സിമെൻറ്റിലേക്ക് പോകണ്ടല്ലോ. അപ്പം അത്തരം മരങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതൊക്കെ സിമെൻ്റാണ്. ഓക്കെ.